Hello my dear students, welcome back to SL classes. Plus 2 exam ഒക്കെ എങ്ങനെ പോകുന്നു മക്കളെ? അടിപൊളിയായിട്ട് എഴുതുന്നുണ്ടല്ലോ അല്ലേ? ഫിസിക്സ് എക്സാം വളരെ അടുത്തെത്തി നിൽക്കുന്നുണ്ട്. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് റേ ഒപ്റ്റിക്സ് എന്ന ചാപ്റ്ററിലെ ഫോക്കസ് ഏരിയ ബേസ്ഡ് ആയിട്ട് വരുന്ന ചില ടോപ്പിക്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഡെറിവേഷൻസ് ഏതൊക്കെയാണ്. ഈ ഒരു പോയിന്റ് ആണ് ഞാൻ ഇന്നത്തെ ഒരു ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ കൗണ്ട് ഡൗൺ സീരീസ് എന്ന് പറഞ്ഞ് കുറച്ച് ചാപ്റ്റേഴ്സ് നേരത്തെ ചെയ്തിരുന്നു. ദെൻ അതിനുശേഷം എല്ലാ ടോപ്പിക്സിൻ്റെയും ഒരു റിവിഷൻ മൊഡ്യൂൾ വിത്ത് വീഡിയോസ് എങ്ങനെയാണ് നിങ്ങൾക്ക് അവൈലബിൾ ആവുക എന്ന് ഞാൻ പറഞ്ഞു. നിങ്ങളിൽ പലരും SL ക്ലാസ്സസിൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ആ ക്ലാസ്സുകൾ കാണുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അതുകൊണ്ടാണ് പിന്നീട് നമ്മളൊരു ക്ലാസ് കൂടുതലായിട്ടും യൂട്യൂബിലേക്ക് നമ്മൾ അപ്ലോഡ് ചെയ്യാതിരുന്നത്. ക്ലാസ്സുകളൊക്കെ നിങ്ങൾ റിവിഷൻ മൊഡ്യൂളായിട്ട് ആപ്പിലൂടെ കാണുന്നുണ്ടാവണം. അപ്പോൾ പലരും ചോദിച്ചു ചില ഡെറിവേഷൻസ് ഒന്ന് ചെയ്ത് കാണിച്ചു തരുമോ എന്ന്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോ. റേ ഒപ്റ്റിക്സ് എന്ന ചാപ്റ്ററിന്റെ ആദ്യം ഒരു വലിയ ചാപ്റ്റർ ആയിരുന്നു അത്. അതിൽ റേ ഒപ്റ്റിക്സ് ആൻഡ് ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെന്റ്സ് എന്ന് പറയുന്ന ആ ഇൻസ്ട്രുമെന്റ്സിന്റെ പാർട്ട് ഫോക്കസ് ഏരിയയിൽ ഇല്ല. ദെൻ ആദ്യ ഭാഗങ്ങളിലും നമുക്ക് പഠിക്കാനുള്ളത് റിഫ്രാക്ഷന്റെ ചില കോൺസെപ്റ്റുകളാണ്. ഒന്ന് റിഫ്രാക്ഷൻ എന്ത് എന്ന് നമ്മൾ വീണ്ടും ഇതിൽ പറയുന്നുണ്ട്. ഞാൻ അത് ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നില്ല. കാരണം തൊട്ട് മുന്നേ നമ്മൾ ചെയ്ത വേവ് ഒപ്റ്റിക്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ റിഫ്രാക്ഷന്റെ എല്ലാ ബേസിക് കാര്യങ്ങളും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഡെൻസർ മീഡിയത്തിൽ നിന്ന് റയറർ മീഡിയത്തിലേക്ക് ലൈറ്റ് ട്രാവൽ ചെയ്യുമ്പോൾ റിഫ്രാക്ഷൻ നടക്കുന്നത് എങ്ങനെ, നേരെ തിരിച്ച് റയറർ ടു ഡെൻസർ ആണെങ്കിൽ ആ റേ എങ്ങോട്ടാണ് ബെൻഡ് ചെയ്യുക, നോർമൽ എന്താണ്, ഇൻസിഡന്റ് റേ, റിഫ്രാക്റ്റഡ് റേ, അതുമായി ബന്ധപ്പെട്ടൊരു ലോ ഓഫ് റിഫ്രാക്ഷൻ, ഇതെല്ലാം നമ്മൾ വേവ് ഒപ്റ്റിക്സിൽ പഠിച്ചതാണ്. അപ്പോൾ ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ വേവ് ഒപ്റ്റിക്സിന്റെ വീഡിയോ കാണണമെന്ന് ഞാൻ പറയുന്നു. അതുകൊണ്ട് തന്നെ റിഫ്രാക്ഷൻ എന്ത് എന്ന് ഞാൻ വീണ്ടും ഈ ക്ലാസ്സിൽ പറഞ്ഞ് നിങ്ങളെ സമയം കളയുന്നില്ല. ഡെറിവേഷൻ സൈഡിലേക്ക് വരുമ്പോൾ നിർബന്ധമായിട്ടും പഠിക്കേണ്ട, നമുക്ക് അത്രയും ഗ്യാരണ്ടി ആയിട്ട് പറയാൻ പറ്റുന്ന ഒരു ഡെറിവേഷൻ ആണ് റിഫ്രാക്ഷൻ അറ്റ് എ സ്ഫെറിക്കൽ സർഫേസ്. അതിന് തുടർച്ചയായിട്ടാണ് ലെൻസ് ഫോർമുല എന്ന് പറയുന്നത്. ലെൻസ് മേക്കേഴ്സ് ഫോർമുലയും ലെൻസ് ഫോർമുലയും. ഇത് കുറച്ചൊരു ലെങ്തി ആയിട്ടുള്ള ഡെറിവേഷൻ ആണ്. എല്ലാ ഡെറിവേഷൻസും ഡയഗ്രാം വരച്ച് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഒപ്റ്റിക്സിൽ. അതുകൊണ്ട് നിങ്ങളും എൻ്റെ കൂടെ തന്നെ ഡയഗ്രാം വരച്ച് പഠിക്കാൻ ശ്രമിക്കുക. റിഫ്രാക്ഷൻ അറ്റ് എ സ്ഫെറിക്കൽ സർഫേസ്. ഒരു സ്ഫെറിക്കൽ സർഫേസ് ഉണ്ട്, ഒരു കർവ്ഡ് ആയിട്ടുള്ള ഒരു സർഫേസ് ഉണ്ട്. അതിന് മുന്നിൽ നമ്മളൊരു ഒബ്ജക്റ്റ് വെച്ചിരിക്കുന്നു. ആ ഒബ്ജക്റ്റിൽ നിന്നും ലൈറ്റ് ആ കേർവ്ഡ് സർഫേസിലേക്ക് പോയി ഇടിച്ചു, ഇൻസിഡന്റ് ചെയ്തു. അത് ഒരു ഗ്ലാസ് പോലത്തെ ഒരു സർഫേസ് ആണ്. അതിന്റെ ഉള്ളിലേക്ക് അത് റിഫ്രാക്ട് ചെയ്യപ്പെടുക. അത്തരമൊരു സിറ്റുവേഷനിൽ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് u, ഇമേജ് ഡിസ്റ്റൻസ് v, റേഡിയസ് ഓഫ് കർവേച്ചർ r, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് n, ഇവരെ പരസ്പരം കണക്ട് ചെയ്യുന്ന ഒരു ഇക്വേഷൻ നമുക്ക് ഡിറൈവ് ചെയ്യാനുണ്ട്. ഇതാണ് നമ്മൾ ഈ ഡെറിവേഷനിലൂടെ പറയാൻ പോകുന്നത്. അതിനു മുന്നേ ആപ്പ് ഡൗൺലോഡ് ചെയ്യാത്തവർ പ്ലേ സ്റ്റോറിലോ ആപ്പ് സ്റ്റോറിലോ പോയി കഴിഞ്ഞാൽ SL ക്ലാസ്സസ് എന്ന് ടൈപ്പ് ചെയ്താൽ നിങ്ങൾക്ക് SL ക്ലാസ്സസിന്റെ ബ്ലൂ കളറിലുള്ള ഒരു ലോഗോ വരും. അത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. ഇതുവരെ ഡൗൺലോഡ് ചെയ്യാത്തവർക്കും റിവിഷൻ മൊഡ്യൂൾ കിട്ടാത്തവർക്കുമാണ് പറയുന്നത്. അത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈൽ നമ്പറാണ് ആദ്യം കൊടുക്കേണ്ടത്. ആ മൊബൈൽ നമ്പർ SMS റിസീവ് ചെയ്യാൻ പറ്റുന്ന ഒരു വർക്കിംഗ് മൊബൈൽ നമ്പർ ആയിരിക്കണം. കാരണം അതിലേക്ക് ഒരു OTP വരാനുണ്ട്. ദെൻ നിങ്ങൾ മൊബൈൽ നമ്പർ അവിടെ എൻ്റർ ചെയ്യുന്നു. അടുത്ത നിങ്ങളുടെ ഒരു കോഴ്സ് സെലക്ഷൻ ആണ് പറയുക. കോഴ്സ് സെലക്ഷനിൽ ഏറ്റവും താഴെ നിങ്ങൾക്ക് കാണാം +2 റിവിഷൻ. +2 റിവിഷൻ എന്നുള്ള കോഴ്സ് സെലക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ നെയിം അവിടെ ടൈപ്പ് ചെയ്യാൻ പറയും. ആ നെയിമും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ ഒരു OTP വരുന്നുണ്ടാകും. OTP SMS ആയിട്ടാണ് വരിക. ആ OTP അവിടെ എൻ്റർ ചെയ്യുക. അതോടെ ആ നമ്മുടെ ഇൻസ്റ്റാളേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ആവും. ദെൻ ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി 4 സബ്ജക്റ്റുകൾ കാണാം. അതിൽ ഓരോന്നിലും റിവിഷന്റെ 5 വീഡിയോസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മെറ്റീരിയൽസ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ റിവിഷൻ മൊഡ്യൂളിൽ ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസും അതിന്റെ ആൻസേഴ്സും PDF ആയിട്ടും അവൈലബിൾ. ഓക്കെ, ഞാൻ നമ്പറും കൂടെ ഇവിടെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പറിലേക്കും കോൺടാക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ക്ലാസ്സിലേക്ക് പോവാണ്. റിഫ്രാക്ഷൻ അറ്റ് സ്ഫെറിക്കൽ സർഫേസിൽ നമുക്ക് ആദ്യം വേണ്ടത് ഒരു സ്ഫെറിക്കൽ സർഫേസ് ഇങ്ങനെ എടുക്കാം. ഓക്കെ, ആ സ്ഫെറിക്കൽ സർഫേസിന്റെ ബാക്കി ഭാഗം ഇങ്ങനെ ഗ്ലാസ് ആയിട്ട് ഒരു ഗ്ലാസ് സർഫേസ് ആണെന്ന് വിചാരിച്ചോളൂ. ഇതൊരു ഗ്ലാസ് സർഫേസ് ആണ്. ഇത് എയർ ആണ്, ഇത് ഗ്ലാസ് ആണ്. ഈ ഗ്ലാസിന്റെ ഒരു ഭാഗം നമ്മൾ എക്സാക്ട്ലി ഒരു കേർവ്ഡ് സർഫേസ് ആക്കി നമ്മൾ മാറ്റി എടുത്തിട്ടുണ്ട്. ഇതിൽ നമുക്കൊരു പ്രിൻസിപ്പൽ ആക്സിസ് വരയ്ക്കാം. പ്രിൻസിപ്പൽ ആക്സിസ്. ഇവിടെ നമ്മളൊരു ഒബ്ജക്റ്റ് പ്ലേസ് ചെയ്യുന്നു. ഓക്കെ, ഒബ്ജക്റ്റ് ഇതാണ് ഒബ്ജക്റ്റ്.
ഈ ഒബ്ജക്റ്റിൽ നിന്നും ഒരു ലൈറ്റ് ഇതിലേക്ക് ഇൻസിഡന്റ് ചെയ്യാം. ഞാൻ ഇൻസിഡന്റ് ലൈറ്റ് കാണിക്കുകയാണ്. ഓക്കെ, ഡിഫറെന്റ് കളേഴ്സ് ഒക്കെ കൊടുക്കാം. ഇത് ഇൻസിഡന്റ് ലൈറ്റ്. തീർച്ചയായിട്ടും ഇത് ഇൻസിഡന്റ് ചെയ്യുന്ന ഈ പോയിന്റിനെയാണ് നമ്മൾ പോയിന്റ് ഓഫ് ഇൻസിഡൻസ് എന്ന് പറയാം. ആ പോയിന്റിൽ നമുക്ക് ഒരു നോർമൽ ലൈൻ വരയ്ക്കാം, പെർപെൻഡിക്കുലർ ലൈൻ. ഈ കേർവ്ഡ് സർഫേസിന് നോർമൽ ആയിട്ടൊരു ലൈൻ വരയ്ക്കുന്നു. ഓക്കെ, സ്കെയിൽ വെച്ച് നിങ്ങൾ കൃത്യമായിട്ട് വരയ്ക്കണം. ഉറപ്പായിട്ടും ഒരു കേർവ്ഡ് സർഫേസിന്റെ പ്രത്യേകത, അവിടെ നമ്മളൊരു നോർമൽ ഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ ആ നോർമൽ ഈ കേർവ്ഡ് സർഫേസിന്റെ സെന്ററിലൂടെയാണ് പാസ് ചെയ്യുക. അപ്പൊ ഇത് സെന്റർ ആയിരിക്കും. ഓക്കെ, സെന്റർ, ഇതാണ് നോർമൽ. ഇനി നമുക്ക് റിഫ്രാക്റ്റഡ് റേ വരയ്ക്കാം. റിഫ്രാക്റ്റഡ് റേ അടുത്ത മീഡിയത്തിലേക്ക് റിഫ്രാക്ട് ചെയ്യപ്പെടുകയാണ്. എപ്പോഴും ഇതേ പാത്തിൽ തുടരേണ്ടിയിരുന്ന ലൈൻ കണ്ടോ, സ്ട്രെയിറ്റ് ലൈനിലാണ് ലൈറ്റ് ട്രാവൽ ചെയ്യാൻ നമുക്കറിയാം. ഇത് മീഡിയം മാറാതെ, ഇത് എയർ ആണ്, ഇത് ഗ്ലാസ് ആണ്. സപ്പോസ് ഇത് ഗ്ലാസ് ആയിരുന്നില്ല, എയർ തന്നെ ആയിരുന്നെങ്കിൽ ലൈറ്റ് ഇതേപോലെ അങ്ങ് പോവേണ്ടിയിരുന്നു. ബട്ട് ആ പോകുന്ന ലൈറ്റ് നോർമലിന്റെ അടുത്തേക്ക് ബെൻഡ് ചെയ്യും എന്നുള്ളതാണ് റിഫ്രാക്ഷന്റെ ഒരു പ്രത്യേകത. ലൈറ്റ് ട്രാവൽ ചെയ്യുന്നത് റയറർ മീഡിയത്തിൽ നിന്ന് ഡെൻസർ മീഡിയത്തിലേക്കാണെങ്കിൽ, ഞാൻ ഒന്നുകൂടെ പറയുന്നു, ഇഫ് ദ ലൈറ്റ് ട്രാവൽസ് ഫ്രം റയറർ മീഡിയം ടു ഡെൻസർ മീഡിയം, then the refracted light bend towards the normal. അപ്പോൾ ഇതാണ് നോർമൽ. റിഫ്രാക്റ്റഡ് ലൈറ്റ് ഇങ്ങനെ പോകുന്നതിന് പകരം നോർമലിന്റെ അടുത്തേക്ക് ബെൻഡ് ചെയ്യും. ഉണ്ടോ, നോർമലിന്റെ അടുത്തേക്ക്. അങ്ങനെ ആ ലൈറ്റ് ഇവിടെ പോയി വീഴുന്നു, ഇവിടെ ഒരു ഇമേജ് ഫോം ചെയ്യുന്നു. ഓക്കെ, ഇതായിരിക്കും ഇമേജ്. അപ്പോൾ ഇതിനെ നമുക്ക് ഒബ്ജക്റ്റ് O എന്ന് വിളിക്കാം, ഇതിനെ ഇമേജ് I എന്നും വിളിക്കാം. ഇനി നമുക്ക് രണ്ട് ആംഗിൾസ് ആണ് മാർക്ക് ചെയ്യേണ്ടത്. ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്രാക്ഷനും അതൊക്കെ മാർക്ക് ചെയ്യാൻ നിങ്ങൾക്കറിയാം. ദി ആംഗിൾ ബിറ്റ്വീൻ ഇൻസിഡന്റ് ലൈറ്റ് ആൻഡ് നോർമൽ, ദിസ് ആംഗിൾ ഈസ് കോൾഡ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് I. ഓക്കെ, ദെൻ ഇവിടെ വരുന്ന ആംഗിളിനെയാണ് നമ്മൾ ദി ആംഗിൾ ബിറ്റ്വീൻ റിഫ്രാക്റ്റഡ് ലൈറ്റ്. ഇതാണ് റിഫ്രാക്റ്റഡ് ലൈറ്റ്, ഇത് നോർമൽ ആണ്. ഈ ബ്ലൂ കളറിൽ കാണുന്നത് നോർമൽ ആണ്. ഇതാണ് റിഫ്രാക്റ്റഡ് ലൈറ്റ്, അതും നോർമലും തമ്മിലുള്ള ആംഗിൾ ആണ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ R. ഓക്കെ, ദെൻ നമുക്ക് ഈ പോയിന്റിനെ വേണമെങ്കിൽ M, ഇതിനെ നമ്മൾ M എന്ന് വിളിക്കുന്നു. ഈ പോയിന്റ് വി കോൾ ദിസ് പോയിന്റ് ആസ് M ആൻഡ് ദിസ് പോയിന്റ് ആസ് N. ഈ പോയിന്റുകളൊക്കെ നമുക്ക് വഴി ആവശ്യമുണ്ട്. അതോടൊപ്പം നമുക്ക് മറ്റ് ചില ആംഗിൾസും കൂടെ കാണിക്കാം. ഇവിടെ ഒരു ആംഗിൾ ഉണ്ട്, നമുക്കത് വേറെ ഒരു കളറിൽ നമുക്ക് കാണിക്കാം. ദിസ് ആംഗിൾ ഈസ് ആൽഫ. സപ്പോസ് ദിസ് ആംഗിൾ ഈസ് ആൽഫ. ഇവിടെ ഒരു ആംഗിൾ ഉണ്ട്, ഞാൻ ആംഗിളിനെ വിളിക്കുന്നു ബീറ്റ. ഇവിടെ ഒരു ആംഗിൾ ഉണ്ട്, വി ക്യാൻ കോൾ ഇറ്റ് ആസ് ഗാമ. ഓക്കെ, അങ്ങനെ ഡയഗ്രത്തിലേക്ക് വേണ്ട ഇനീഷ്യൽ മാർക്കിംഗ് എല്ലാം നടത്തിയിട്ടുണ്ട്. വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക. നൗ നമുക്ക് ആദ്യം എഴുതാനുള്ളത് സ്നെൽസ് ലോയാ. സ്നെൽസ് ലോ, ഒരു റിഫ്രാക്ഷൻ നടന്നു കഴിഞ്ഞാൽ ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്രാക്ഷനും തമ്മിലുള്ള ഒരു ബന്ധം പറയാൻ വേണ്ടി സ്നെൽസ് ലോ പറയുന്നത് സൈൻ I ഡിവൈഡഡ് ബൈ സൈൻ R ഈസ് N2 ഡിവൈഡഡ് ബൈ N1 എന്നാണ്. ഇതൊക്കെ നമ്മൾ വേവ് ഒപ്റ്റിക്സിൽ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. N2 എന്ന് പറയുന്നത് സെക്കൻഡ് മീഡിയത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. ഇവിടെ സെക്കൻഡ് മീഡിയം എന്ന് പറയുന്നത് ഗ്ലാസ് ആണ്. സോ ഗ്ലാസിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. N1 എന്ന് പറയുന്നത് ഫസ്റ്റ് മീഡിയം. ഇവിടെ നമ്മൾ അതിനെ എയർ ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ എയറിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, അതാണ് N2 ഉം N1 ഉം. ഇവിടെ നമ്മളൊരു അഡ്ജസ്റ്റ്മെന്റ് അല്ലെങ്കിൽ ഒരു അസംഷൻ എടുക്കുന്നത്, ഈ ആംഗിൾസ് എല്ലാം എപ്പോഴും വളരെ ചെറിയ ആംഗിൾസ് ആണ്. ആംഗിൾസ് I എന്ന് പറയുന്നതും R എന്ന് പറയുന്നതും അതുപോലെ മറ്റ് ആംഗിൾസും എല്ലാം സ്മോൾ ആംഗിൾസ് ആണ്. സ്മോൾ ആംഗിൾസിൽ സൈനിന്റെ പ്രത്യേകത, സൈൻ I എന്ന് പറയുന്നത് Iക്ക് ഈക്വൽ ആയിരിക്കും. അതുപോലെ സൈൻ R എന്ന് പറയുന്നത് R-ന് ഈക്വൽ ആയിരിക്കും. സ്മോൾ ആംഗിളിന്റെ പ്രത്യേകതയാണ്. അപ്പോൾ സൈൻ I ബൈ സൈൻ R നമുക്ക് ഇങ്ങനെ എഴുതാം, I ബൈ R. That is equal to N2 divided by N1. അല്ലെങ്കിൽ നമുക്കൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ എഴുതാം, N1 into I is equal to N2 into R. ഇങ്ങനെ കിട്ടും. ഓക്കെ, N1 into I is equal to N2 into R. ഇനി നമ്മൾ ഡയഗ്രത്തിലേക്ക് തിരിച്ചു പോയിട്ട് ഈ IR എന്നുള്ളതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടി മറ്റു ചില ഇക്വേഷൻസ് ഞാൻ പറയാൻ പോവാണ്, നിങ്ങൾക്ക് ശ്രദ്ധിക്കാം. ഓക്കെ, നൗ ലിസൺ. ഇവിടെ നിങ്ങളൊരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുന്നു. ട്രയാങ്കിൾ, ഇവിടെ നമുക്കൊരു പേര് കൊടുക്കാം. സേ ദിസ് പോയിന്റ് ഈസ് കോൾഡ് P. ഓക്കെ, കൺസിഡർ എ ട്രയാങ്കിൾ OPN. ഇങ്ങനെ കാണുന്ന ഒരു വലിയ ട്രയാങ്കിൾ OPN.
ആ ട്രയാങ്കിളിന്റെ ഉള്ളിലുള്ള രണ്ട് ആംഗിൾസ് ആണ് ആൽഫയും ബീറ്റയും അല്ലേ? ആ രണ്ട് ആംഗിൾസിന്റെ ഓപ്പോസിറ്റ് എക്സ്റ്റീരിയർ ആംഗിൾ ആണ് ഐ. അത് ട്രയാങ്കിളിന്റെ ഉള്ളിലത്തെ ആംഗിൾ അല്ല, ആ ട്രയാങ്കിളിന്റെ ഒരു എക്സ്റ്റീരിയർ ആംഗിളാണ്. ട്രയാങ്കിളിന്റെ പ്രോപ്പർട്ടി നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ ഹൈസ്കൂൾ ക്ലാസ്സുകളിൽ പഠിച്ച ഒരു പ്രോപ്പർട്ടിയാണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. ഒരു ട്രയാങ്കിളിന്റെ ഉള്ളിലുള്ള രണ്ട് ആംഗിൾസിന്റെ സമ്മ് അതിന്റെ ഓപ്പോസിറ്റ് എക്സ്റ്റീരിയർ ആംഗിളിന് ഈക്വൽ ആയിരിക്കും. ഇവിടെ ഇപ്പോ ഈ ട്രയാങ്കിൾ OPN എന്ന ട്രയാങ്കിൾ എടുത്തപ്പോൾ ഇൻസൈഡ് ആംഗിൾസ് ആണ് ആൽഫയും ബീറ്റയും. അപ്പോൾ ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് എക്സ്റ്റീരിയർ ആംഗിൾ. ഓപ്പോസിറ്റും ആയിരിക്കണം എക്സ്റ്റീരിയർ ആയിരിക്കണം. സോ ദാറ്റ് ഈസ് ഐ. അപ്പൊ ഐ എന്നുള്ള ആംഗിളിന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? ആൽഫ പ്ലസ് ബീറ്റ. ഓക്കെ, നൗ മറ്റൊരു ട്രയാങ്കിൾ ഞാൻ എടുക്കുകയാണ്. ട്രയാങ്കിൾ NPI. ഈ ഭാഗത്തൂടെ ഇങ്ങനെ കാണുന്ന ഒരു ചെറിയ ട്രയാങ്കിൾ ആണ് ട്രയാങ്കിൾ NPI. ആ ട്രയാങ്കിളിന്റെ ഉള്ളിലുള്ള രണ്ട് ആംഗിൾസ് നമുക്ക് പറയാം. ഒന്ന് ആറാണ്, ഒന്ന് ഗാമയാണ്. അത് രണ്ടും ഇന്റീരിയർ ആംഗിൾസ് ആണ്. അങ്ങനെയാണെങ്കിൽ ആ ഇന്റീരിയർ ആംഗിൾസിന്റെ സമ്മ് ആർ പ്ലസ് ഗാമ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് എക്സ്റ്റീരിയർ ആംഗിൾ, വീണ്ടും എക്സ്റ്റീരിയർ ആംഗിൾ നിങ്ങൾക്ക് കാണാം ബീറ്റ, ഓപ്പോസിറ്റും ആണ്. സോ ദാറ്റ് ഷുഡ് ബി ഈക്വൽ ടു ബീറ്റ. സോ ആർ പ്ലസ് ഗാമ ഇസ് ഈക്വൽ ടു ബീറ്റയാണ്. അങ്ങനെയാണെങ്കിൽ ആറിന് നമുക്ക് ബീറ്റ മൈനസ് ഗാമ എന്ന് പറഞ്ഞൂടെ? ഇപ്പൊ രണ്ട് ഇക്വേഷനായി. ഒന്ന് ഐ എന്ന് പറയുന്നത് ആൽഫ പ്ലസ് ബീറ്റ, ആർ എന്ന് പറയുന്നത് ബീറ്റ മൈനസ് ഗാമ. അത് നമുക്ക് ഇവിടെ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലോ? നൗ ഫ്രം ഹിയർ നോക്കാം. N1 ഇൻറ്റു ഐ എന്നുള്ളതിന് പകരം ആൽഫ പ്ലസ് ബീറ്റ, ആൽഫ പ്ലസ് ബീറ്റ ഈസ് ഈക്വൽ ടു N2 ഇൻറ്റു ആറിന് പകരം നമുക്ക് കൊടുക്കാം ബീറ്റ മൈനസ് ഗാമ, ബീറ്റ മൈനസ് ഗാമ. ഓക്കെ, അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് ഈ ബ്രാക്കറ്റ്സ് ഒന്ന് റിമൂവ് ചെയ്യാം. ബ്രാക്കറ്റ്സ് റിമൂവ് ചെയ്യുമ്പോൾ N1 ആൽഫ പ്ലസ് N1 ബീറ്റ ഈസ് ഈക്വൽ ടു N2 ബീറ്റ മൈനസ് N2 ഗാമ. കുഴപ്പമില്ലല്ലോ, ബ്രാക്കറ്റ് റിമൂവ് ചെയ്തു, 4 ടേംസ് ആയി. അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത്, നൗ ലിസൺ, അടുത്തത് നമ്മൾ ഈ ബീറ്റ ഉള്ള രണ്ട് ടേമും ഒരു സൈഡിലേക്ക് ആക്കാം. ഈ N2 ഗാമ ഇങ്ങോട്ട് കൊണ്ടുവരാം. അപ്പോൾ നമ്മൾ ഇങ്ങനെ എഴുതുന്നു, N1 ആൽഫ പ്ലസ്, ഈ മൈനസ് ഇപ്പുറം വന്നപ്പോൾ പ്ലസ് ആയി, പ്ലസ് N2 ഗാമ ഈസ് ഈക്വൽ ടു, ഈ N1 ബീറ്റ ഇങ്ങോട്ട് കൊണ്ടുപോകാം. ഇവിടെ ഓൾറെഡി N2 ബീറ്റ ഉണ്ട്, ഇത് അപ്പുറം പോകുമ്പോൾ മൈനസ് N1 ബീറ്റ ആകും. ബീറ്റ കോമൺ ആയിട്ട് പുറത്തെടുത്താൽ N2 മൈനസ് N1 ബീറ്റ. വളരെ ശ്രദ്ധിക്കണേ, അത്ര ഇമ്പോർട്ടൻറ്റ് ഡെറിവേഷൻ ആണ്. ഇത് പഠിച്ചു പോയാൽ എക്സാമിന് ഉറപ്പായിട്ടും വരും, നോ ഡൗട്ട്. റേ ഒപ്റ്റിക്സിൽ ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത് കേട്ടോ, നിങ്ങൾ പഠിച്ചോളൂ. സോ N1 ആൽഫ അല്ലെ, N1 ആൽഫ പ്ലസ് N2 ഗാമ ഈസ് ഈക്വൽ ടു N2 ബീറ്റ മൈനസ് N1 ബീറ്റ, ദാറ്റ് ഈസ് N2 മൈനസ് N1 ബീറ്റ. ഇനി ഈ ആൽഫ ബീറ്റ ഗാമയെ മാറ്റാൻ വേണ്ടി നമ്മൾ വീണ്ടും നമ്മുടെ ഡയഗ്രത്തിലേക്ക് തിരിച്ചു പോകാം. നോക്കണേ, ഡയഗ്രം എവിടെയുണ്ട്, നല്ലോണം ശ്രദ്ധിക്കാം. ഓക്കെ, ഇവിടെ ഞാൻ മറ്റൊരു ട്രയാങ്കിൾ എടുക്കുന്നു, ട്രയാങ്കിൾ OPM. ഈ ആംഗിൾസ് എല്ലാം വളരെ ചെറുതാണ് എന്ന് ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഐയും ആറും ആൽഫയും ബീറ്റയും ഗാമയും എല്ലാം സ്മോൾ ആംഗിൾസ് ആണ്. സ്മോൾ ആംഗിൾസ് ആണെങ്കിൽ ഈ PM എന്ന് പറയുന്ന ലൈൻ ഏകദേശം ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. എന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ കാണുന്ന OPM എന്ന് പറയുന്നത്, ഞാൻ ഇവിടെ ഇങ്ങനെ വരയ്ക്കാം, ഇങ്ങനെയുള്ളൊരു ട്രയാങ്കിൾ ആയിരിക്കും അത്, ജസ്റ്റ് ലൈക്ക് ദിസ്. ഇതാണ് ഈ OPM, ഇതാണ് OPM. കണ്ടോ, ഇവിടെയുള്ള ആംഗിൾ ആണ് ഈ ആൽഫ. ഈ ട്രയാങ്കിൾ ഞാൻ വരച്ച OPM. എന്തായിരിക്കും ടാൻ ആൽഫ? ടാൻ ആൽഫ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡാ, ശരിയല്ലേ? ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ PM, അഡ്ജസൻറ്റ് സൈഡ് OM അല്ലെങ്കിൽ MO, ഇങ്ങനെയും പറയാം, MO എന്ന് പറയാം, MP എന്ന് പറയാം. അപ്പൊ എന്താ ടാൻ ആൽഫ? ഞാൻ ഇവിടെ എഴുതാം, ടാൻ ആൽഫ. ടാൻ ആൽഫ എന്ന് പറയുന്നത് MP ബൈ MO, ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. ഇനി
ആൽഫ വളരെ ചെറുതാണെങ്കിൽ നമ്മൾ നേരത്തെ സൈൻ തീറ്റയെ കുറിച്ച് പറഞ്ഞ അതേ പ്രോപ്പർട്ടി നമുക്ക് എവിടെയും കാണാം. ആംഗിൾ വളരെ ചെറുതാണെങ്കിൽ നേരത്തെ നമ്മൾ തുടക്കത്തിൽ തന്നെ എഴുതിയിരുന്നു കേട്ടോ. സൈൻ ഐ ബൈ സൈൻ ആറിനെ n2/n1 എഴുതിയപ്പോൾ പിന്നെ നമ്മൾ പറഞ്ഞു ഐയും ആറും വളരെ സ്മോൾ ആണ്, അപ്പോൾ സൈൻ ഐയെ നമുക്ക് ഐ എന്ന് വിളിക്കാം. അതുപോലെ നമ്മളിവിടെ പറയുന്നു ടാൻ ആൽഫ mp/mo ആണ്. ടാൻ ആൽഫ വളരെ ചെറുതാണെങ്കിൽ ടാൻ ആൽഫയെ നമുക്ക് ആൽഫ എന്ന് തന്നെ വിളിക്കാം. സോ ആൽഫ ഇസ് ഈക്വൽ ടു mp/mo ആൽഫ. അതുപോലെ നമുക്ക് മറ്റൊരു ട്രയാങ്കിൾ ഇവിടെ എടുക്കാം. ട്രയാങ്കിൾ NPM കണ്ടോ, ട്രയാങ്കിൾ NPM. അതിൽ ടാൻ ബീറ്റ എന്താ കിട്ടുക? ടാൻ ബീറ്റ എന്ന് പറഞ്ഞാൽ അഗൈൻ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ്, ദാറ്റ് ഈസ് mp/mn. അവിടെയും ബീറ്റ വളരെ ചെറുതാണെങ്കിൽ ടാൻ ബീറ്റക്ക് പകരം നമുക്ക് ബീറ്റ എന്ന് മാത്രം എഴുതാം. ദാറ്റ് ഈസ് ആക്ച്വലി ടാൻ ബീറ്റ. ടാൻ ബീറ്റ ഓർ ബീറ്റ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ് mp/mn. mp/mn. Now എന്തായിരിക്കും അടുത്ത ട്രയാങ്കിൾ ആയ ട്രയാങ്കിൾ PMI ഉണ്ടോ? ഈ വലിയ ട്രയാങ്കിൾ, ഇങ്ങനെ വരുന്ന ട്രയാങ്കിളിൽ എന്തായിരിക്കും? ടാൻ ഗാമ. ടാൻ ഗാമ എന്ന് പറയുമ്പോൾ അഗൈൻ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ്, ദാറ്റ് ഈസ് mp/mi. കണ്ടോ, അവിടെയും ഗാമ വളരെ ചെറുതാണെങ്കിൽ ടാൻ ഗാമക്ക് പകരം നമുക്ക് ഗാമ എന്ന് മാത്രം കൊടുക്കാം. സോ ഗാമ ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് mp ബൈ അഡ്ജസന്റ് സൈഡ് mi, mp/mi. അപ്പോൾ 3 ആംഗിൾ വാല്യൂസ് നമുക്ക് കിട്ടി, ആൽഫ, ബീറ്റ ആൻഡ് ഗാമ. അത് നമുക്ക് ഇവിടത്തേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നേരത്തെ നമ്മളിവിടെ എഴുതി നിർത്തിയിട്ടുണ്ട്. n1 ആൽഫ പ്ലസ് n2 ഗാമ ഈക്വൽ ടു n2 മൈനസ് n1 ബീറ്റ. അതിൽ ആൽഫക്ക് പകരം നമ്മൾ കൊടുക്കുന്നു, ഓരോന്നും നോക്കാം. ആൽഫക്ക് പകരം നമ്മൾ കൊടുക്കുന്നു mp/mo. ഓക്കെ, mp/mo. സോ n1 ഇൻറ്റു mp/mo പ്ലസ് n2 ഇൻറ്റു ഗാമ. എന്താണ് ഗാമ? ഗാമ mp/mi അല്ലെ? അപ്പൊ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. mp/mi ഈസ് ഈക്വൽ ടു അടുത്തത് n2 മൈനസ് n1 ഇൻറ്റു ബീറ്റ. എന്താണ് ബീറ്റ? അഗൈൻ ഇവിടെ നമുക്ക് നോക്കാം. ബീറ്റ mp/mn. അപ്പോൾ ഇവിടെ കൊടുക്കുന്നു mp/mn. ഓക്കെ, ഇത്രയും എഴുതിയാൽ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാവും. എല്ലാ ടേമിലുമുണ്ട് ഒരു MP, ലെഫ്റ്റ് സൈഡിലുമുണ്ട് റൈറ്റ് സൈഡിലുമുണ്ട്. അപ്പോൾ നമുക്ക് ഈ MP എല്ലാം കട്ട് ചെയ്യാം. ലെഫ്റ്റിലും റൈറ്റിലുമുള്ള കോമൺ ടേം കട്ട് ചെയ്തു. ഇനി എന്താണ് MO? MO എന്ന് പറഞ്ഞാൽ എന്താ? ചിത്രത്തിലേക്ക് വരാം. MO, ഇതാണ് MO. നോക്കൂ, MO എന്ന് പറയുന്നത് ഈ കർവ്ഡ് സർഫേസിന്റെ ഈ പോയിന്റ് മുതൽ ഒബ്ജക്റ്റിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ്. അതിനെയാണ് നമ്മൾ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് U എന്ന് പറയാം. സോ MO എന്ന് പറയുന്നത് ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് U ആ. അതുപോലെ MN എന്തായിരിക്കും? N ആണ് നമ്മുടെ ഈ കാണുന്നതാണ് നോർമൽ വന്ന് മീറ്റ് ചെയ്യുന്ന പോയിന്റ് ആണിത്. ഞാൻ നേരത്തെ പറഞ്ഞു, നോർമൽ ഏത് കർവ്ഡ് സർഫേസ് ആയാലും നോർമൽ വന്ന് മീറ്റ് ചെയ്യുന്നത് സെന്ററിലായിരിക്കും. ആ കർവ്ഡ് സർഫേസിന്റെ സെന്ററിലായിരിക്കും. അതുകൊണ്ട് തന്നെ MN എന്ന് പറയുന്നത് അപ്പോൾ ഈ കർവിന്റെ സെന്ററിലേക്കുള്ള ഡിസ്റ്റൻസാ. അതല്ലേ റേഡിയസ് എന്ന് പറയുന്നത്. സോ MN എന്ന് പറയുന്നത് റേഡിയസ് ഓഫ് കർവേച്ചറാണ്. ഇനി MI എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ മുതൽ I ഇമേജിലേക്കുള്ള ഡിസ്റ്റൻസ്, ഇമേജ് ഡിസ്റ്റൻസ് ആയ V ആണത്. അപ്പോൾ MO എന്ന് പറഞ്ഞാൽ U, MN എന്ന് പറഞ്ഞാൽ R, MI എന്ന് പറഞ്ഞാൽ ഇമേജ് ഡിസ്റ്റൻസ് ആയ V. അത് നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, ഞാൻ ഇതിലേക്ക് തിരിച്ചു വരുന്നു. Now substitute N1 divided by MO, that is U, plus N2 divided by MI, that is the image distance V, that is equal to N2 by N1, N2 minus N1 by Mn. Mn is the radius of curvature R. ഇനി അവസാനമായിട്ട് സൈൻ കൺവെൻഷൻ എന്നൊരു പോയിന്റ്. സൈൻ കൺവെൻഷൻ പറയുന്നത് എല്ലാ ഡിസ്റ്റൻസും നമ്മൾ അളക്കുന്നത് ഈ ഒപ്റ്റിക് സെന്റർ എന്ന് പറയുന്ന പോയിന്റിൽ നിന്നായിരിക്കണം. ഇവിടെ നിന്നാണ് നമ്മൾ ഡിസ്റ്റൻസുകൾ അളക്കുക. അങ്ങനെ അളക്കുമ്പോൾ ലൈറ്റ് ട്രാവൽ ചെയ്യുന്ന സെയിം ഡയറക്ഷനിലുള്ള മെഷർമെന്റ് എല്ലാം പോസിറ്റീവാണ്. ലൈറ്റിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലുള്ള മെഷർമെന്റ് എല്ലാം നെഗറ്റീവാണ്. ഓക്കെ, ഇവിടെ ലൈറ്റ് ട്രാവൽ ചെയ്യുന്നത് ഇങ്ങോട്ടാണ്.
അതേസമയം ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് ഇങ്ങോട്ടാണ് അളക്കുക. ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് ഇവിടുന്ന് ഇങ്ങോട്ട് എന്ന് പറയുമ്പോൾ ലൈറ്റിന്റെ ഓപ്പോസിറ്റ്. അപ്പൊ യു എന്ന് പറയുന്നത് എന്തായിരിക്കും? യു എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിരിക്കും. അതേസമയം വീണ്ടും ലൈറ്റ് ഇങ്ങോട്ട് ട്രാവൽ ചെയ്യുന്നു. വി അളക്കുന്നത് ഇങ്ങോട്ട്, ആർ അളക്കുന്നതും ഇങ്ങോട്ട്. അപ്പോൾ വിയും ആറും വി ആർ അത് രണ്ടും എന്തായിരിക്കും? പോസിറ്റീവും ആയിരിക്കും. ഈ ഐഡിയ നമ്മൾ നമ്മുടെ സൈൻ കൺവെൻഷനിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ നമ്മുടെ ഫൈനൽ ഇക്വേഷനിൽ വരുന്ന മാറ്റം ഇത് നെഗറ്റീവ് ആവും, ഇത് പോസിറ്റീവ് തന്നെ, ഇത് പോസിറ്റീവ് തന്നെ. അപ്പോൾ ഈ നെഗറ്റീവ് നമുക്ക് അപ്പുറത്ത് എഴുതാം. N2/V മൈനസ് ഇതങ്ങ് അപ്പുറം പോയി N1/U ഈസ് ഈക്വൽ ടു ഇതങ്ങനെ തന്നെ N2 മൈനസ് N1 ഡിവൈഡഡ് ബൈ R. ഇതാണ് ഒരു സ്ഫെറിക്കൽ സർഫേസിലെ റിഫ്രാക്ഷനുമായി ബന്ധപ്പെട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ്, ഇമേജ് ഡിസ്റ്റൻസ് ഇവരെ കണക്ട് ചെയ്യുന്ന, റേഡിയസ് ഓഫ് കർവേച്ചറിനെ കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ. സോ വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഡയഗ്രാം വരയ്ക്കണം. ഓരോ പോയിന്റും ഇതുപോലെ എടുത്ത് നിങ്ങൾക്ക് കൃത്യമായിട്ട് എഴുതി ഡിറൈവ് ചെയ്യാൻ പറ്റണം. ഇത്രയും ക്ലിയർ ആയോ? ഓക്കെ, അപ്പോൾ ആ കാര്യം മനസ്സിലായല്ലോ. ഒരു സ്ഫെറിക്കൽ സർഫേസിൽ റിഫ്രാക്ഷൻ നടക്കുമ്പോൾ ഇങ്ങനെ ഒരു ഫോർമുല നമുക്ക് കിട്ടി. ഈ ഒരു ഇക്വേഷനെ രണ്ട് അടുത്തടുത്ത് വെച്ചിരിക്കുന്ന സർഫേസുകൾക്ക് വേണ്ടി അപ്ലൈ ചെയ്യുമ്പോഴാണ് ഈ ഇക്വേഷൻ ലെൻസ് ഫോർമുലയായി മാറുന്നത്. ഇവിടെ ഇപ്പോൾ നമ്മൾ ഒരു കർവ്ഡ് സർഫേസ് കണ്ടു അല്ലേ? ഒരു കർവ്ഡ് സർഫേസ്, ബാക്കി മുഴുവനും അതിന് തുടർച്ചയായിട്ട് വരുന്നത് ആ ഗ്ലാസ് മീഡിയം. അതിന് പകരം ഇങ്ങനൊരു കർവ്ഡ് സർഫേസ്, അതിന് ചേർന്നുകൊണ്ട് ഇപ്പുറത്തും ഒരു കർവ്ഡ് സർഫേസ്, ഇങ്ങനെ രണ്ട് കർവ്ഡ് സർഫേസ് ജോയിൻ ചെയ്യുമ്പോഴാണ് അതൊരു ലെൻസായി മാറുക. അപ്പൊ ലെൻസ് ഫോർമുലയും ലെൻസ് മേക്കേഴ്സ് ഫോർമുലയും ഉണ്ടാക്കുന്നത് ഈ ഇക്വേഷനിൽ നിന്നാണ്. അതാണ് നമ്മൾ അടുത്ത് പറയാൻ പോകുന്നത്. അതിനു മുന്നേ ചെറിയൊരു കാര്യം നമ്മൾ സൂചിപ്പിക്കുന്നു. നിങ്ങളുടെ +2 എക്സാം കഴിയാൻ പോവുകയാണ്. അതിനുശേഷം നിങ്ങളിൽ പലരും സീരിയസ് ആയിട്ട് പഠിക്കുന്ന പലരും എൻട്രൻസ് എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്യുന്നവരുണ്ടാകും. മെയിനായിട്ട് മെഡിക്കൽ എൻട്രൻസ് എക്സാമായ നീറ്റും അതുപോലെ കേരള എഞ്ചിനീയറിംഗ് ആൻഡ് മെഡിക്കൽ എൻട്രൻസ് എക്സാമായ കീമും ഒക്കെ ഇനിയും അപ്ലിക്കേഷൻ വിളിക്കാനിരിക്കുന്നു. JEEയുടെ അപ്ലിക്കേഷനും എക്സാമും ഒക്കെ പലരും ചിലപ്പോൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവും. ഈ രണ്ട് എൻട്രൻസ് എക്സാമുകളെ ഫോക്കസ് ചെയ്തുകൊണ്ട് നമ്മളൊരു ക്രാഷ് പ്രോഗ്രാം ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ക്രാഷ് പ്രോഗ്രാം എന്ന് പറയുമ്പോൾ +1ലെയും +2ലെയും കംപ്ലീറ്റ് സിലബസ്. കാരണം എൻട്രൻസ് എക്സാമുകൾക്ക് +2 മാത്രം പഠിച്ചാൽ പോരാ, +1ഉം പഠിക്കണം. ഇതിന്റെ കംപ്ലീറ്റ് സിലബസിലെയും ഓരോ ചാപ്റ്റർ വൈസ് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്. നമ്മളിപ്പോൾ കുറെ തിയറിയാണ് പഠിക്കുന്നത്, ഡെറിവേഷൻസ് ആണ് പഠിക്കുന്നത്. ബട്ട് എൻട്രൻസിന്റെ ഒരു പ്രിപ്പറേഷൻ ഇതുപോലെയല്ല, രണ്ടാണ്. ഓക്കെ, സ്കൂൾ എക്സാമിന് വരുന്നൊരു മോഡലല്ല എൻട്രൻസ് എക്സാമിന് ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പോൾ ആ ടൈപ്പ് ക്വസ്റ്റ്യൻസിന് നമുക്ക് കൃത്യമായ ഒരു പ്രാക്ടീസ് വേണം. അപ്പോൾ ആ തരത്തിലുള്ള ഓരോ ക്വസ്റ്റ്യൻസും നമുക്ക് എങ്ങനെ പ്രാക്ടീസ് ചെയ്യാം, +1ലെ ചാപ്റ്റേഴ്സും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് വെറും ക്ലാസ് മാത്രമല്ല, അതിൻ്റെ കൂടെ വളരെ കൃത്യമായ ഒരു റെഗുലർ മോണിറ്ററിങ്, റെഗുലറായിട്ട് നടക്കുന്ന എക്സാമുകൾ, ആ എക്സാമുകളിൽ നിങ്ങളുടെ ഒരു സ്റ്റാറ്റസ് ലെവൽ എന്താണ്, നിങ്ങൾ എത്രത്തോളം ഇമ്പ്രൂവ് ആവാനുണ്ട്, നിങ്ങളുടെ ഒരു റാങ്ക് എവിടത്തോളം നമുക്ക് എക്സ്പെക്ട് ചെയ്യാം എന്നുള്ളതൊക്കെ കൃത്യമായി അനലൈസ് ചെയ്തുകൊണ്ടുള്ള ഒരു പ്രോഗ്രാമാണ്. അല്ലാതെ വെറുതെ കുറേ ക്ലാസ്സുകൾ തരുത്ത് മാത്രമല്ല, നിങ്ങളുടെ ഓരോ വീക്ക് പോയിന്റും സ്ട്രോങ് പോയിന്റും ഒക്കെ അനലൈസ് ചെയ്ത് അതിന് വേണ്ട ഇംപ്രൂവ്മെന്റ്സ് ഒക്കെ എങ്ങനെയാണെന്ന് പറഞ്ഞു തന്ന് ഈ തരത്തിലൊരു പ്രോഗ്രാം നമ്മൾ ഡിസൈൻ ചെയ്യാണ്. ആ കോഴ്സിന്റെ ടോട്ടൽ ഫീസ് ഒരു 3 മന്ത് പ്രോഗ്രാമാണ് കേട്ടോ. 3 മാസം കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്ന ഒരു പ്രോഗ്രാമാണ്. അതിന്റെ ടോട്ടൽ ഫീസ് ഡിസൈഡ് ചെയ്തിരിക്കുന്നത് 12,000 rupees ആണ്. ബട്ട് നമ്മുടെ SL ക്ലാസ്സസിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ഓഫർ എന്നുള്ള തരത്തിൽ നമ്മുടെ ആഡും മറ്റു കാര്യങ്ങളൊക്കെ ചാനലിലൂടെയും മറ്റൊക്കെ പോയി തുടങ്ങിയിട്ടുണ്ട്. വളരെ നല്ല റെസ്പോൺസാണ് എല്ലാ സൈഡിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്നത്. ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 500 സ്റ്റുഡൻസിന് ഈ 12,000 rupees എന്നുള്ളതിന് പകരം 5,000 rupees ആയിട്ട് ഒരു ഫീ ഓഫർ ഉണ്ട്. ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 500 പേർക്ക് മാത്രം. ടോട്ടൽ കോഴ്സ് ഫീ 12,000 ആണ്. അതിൽ +1ലെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, +2ലെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഇത്രയും 6 ടോപ്പിക് കംപ്ലീറ്റ്, അതിൻ്റെ വീഡിയോസ്, നോട്ട്സ്, അതിൻ്റെ PDF ക്വസ്റ്റ്യൻസ്, അസൈൻമെൻറ്റുകൾ, മോണിറ്ററിങ്, ഇതെല്ലാം ഉൾപ്പെടെ ഒരു റിസൾട്ട് ഗ്യാരണ്ടീഡ് പ്രോഗ്രാം ആയിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങളിൽ താല്പര്യമുള്ള ആൾക്കാർ, ഞാനിപ്പോൾ ഇവിടെയാണ് ഈ ഒരു ഓഫർ ആദ്യമായിട്ട് അനൗൺസ് ചെയ്യുന്നത്. ചാനലിൽ മറ്റൊക്കെ ഇതിൻ്റെ ഓഫർ പറയാൻ പോകുന്നേ ഉള്ളൂ. അതിലേക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് എൻക്വയറീസ് പെട്ടെന്ന് വരും. ബട്ട് നമ്മുടെ SL ക്ലാസ്സസിൻ്റെ യൂട്യൂബ് ചാനലിലൂടെയും അതുപോലെ തന്നെ നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്തവർക്കുമാണ് നമ്മൾ ഈ ഓഫർ ആദ്യം പ്രൊവൈഡ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇതിവിടെ അനൗൺസ് ചെയ്യുന്നത്. താല്പര്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യണം. ആദ്യത്തെ 500 പേർക്ക് മാത്രമാണ് ഈ ഓഫർ എന്ന് പറയുന്നത് കേട്ടോ, ക്രാഷ് കോഴ്സിന് വേണ്ടിയിട്ട്. ഓക്കെ, നൗ നമ്മൾ ഈ ടോപ്പിക് കണ്ടിന്യൂ ചെയ്യാണ്. ഈ ഒരു ഇക്വേഷൻ, ഞാൻ ആ ഇക്വേഷൻ നമുക്കൊന്നും കൂടി സൈഡിലേക്കൊന്ന് മാറ്റി എഴുതാം. ഇങ്ങനെയാണതുള്ളത്.
N2 by V minus N1 by U is equal to N2 minus N1 divided by R. ഇക്വേഷൻ വെറുതെ അങ്ങ് ബൈഹാർട്ട് ചെയ്യുന്നതിന് പകരം അതിൽ ഓരോ ടേമും ഒന്ന് ശരിയായ രീതിയിൽ ഒന്ന് ഉൾക്കൊള്ളുക. N2 by V എന്ന് പറയുന്നത് വി ഒരു ഒബ്ജക്റ്റ് ഇമേജ് ഡിസ്റ്റൻസ് ആണ്. വളരെ ശ്രദ്ധിക്കണം, ഒബ്ജക്റ്റ് ഇമേജ് മാർക്ക് പോരുത്. വി എന്ന് പറയുന്നത് ഇമേജ് ഡിസ്റ്റൻസ് ആണ്. N2 എന്ന് പറയുന്നത് ആ ഇമേജ് നിൽക്കുന്ന മീഡിയത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ്. യു എന്ന് പറയുന്നത് ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് ആണ്. N1 എന്ന് പറയുന്നത് അതിന്റെ തൊട്ട് മുകളിൽ കാണുന്ന N1 എന്ന് പറയുന്നത് ആ ഒബ്ജക്റ്റ് നിൽക്കുന്ന മീഡിയത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ്. ദെൻ N2 മൈനസ് N1 ബൈ R. ഓക്കെ, നമുക്കിനി ചെയ്യേണ്ടത് ഒരു ലെൻസ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഒരു കേർവ്ഡ് സർഫേസ്, അതിന് ചേർന്നുകൊണ്ട് ഇപ്പുറത്തൊരു കേർവ്ഡ് സർഫേസ്. ഈ രണ്ട് കേർവ്ഡ് സർഫേസിനും വേണ്ടി നമുക്ക് ഈ ഇക്വേഷൻസ് ഒന്ന് അപ്ലൈ ചെയ്യാം രണ്ട് കേർവ്ഡ് സർഫേസിലേക്കും. ഓക്കെ, ഞാൻ ഫസ്റ്റ് കേർവ്ഡ് സർഫേസിന് വിളിക്കുന്നു ABC. ഇവിടെയാണ് ഇനീഷ്യലി ഒരു ഒബ്ജക്റ്റ് വെച്ചിരിക്കുന്നത്. ആ ഒബ്ജക്റ്റിൽ നിന്നും ഒരു റേ പാസ് ചെയ്യാണ്, ഒരു ഇൻസിഡന്റ് ലൈറ്റ്. ഓക്കെ, ആ സമയത്ത് നമ്മൾ തൽക്കാലം ഈ സെക്കൻഡ് കേർവ്ഡ് സർഫേസ് മറന്നേക്കൂ. ഫസ്റ്റ് കേർവ്ഡ് സർഫേസ് ഉണ്ട്, അതിൽ നിന്നും ഒരു ഇമേജ് ഉണ്ടാകുന്നുണ്ട്. ആക്ച്വലി അത് നമ്മുടെ ഫൈനൽ ഇമേജ് അല്ല. ലെൻസ് എന്ന് പറയുമ്പോൾ രണ്ട് കേർവ്ഡ് സർഫേസും എടുത്തിട്ടേ നമുക്ക് ഫൈനൽ ഇമേജ് തീരുമാനിക്കാൻ പറ്റുള്ളൂ. ബട്ട് ഡെറിവേഷന് വേണ്ടി നമ്മൾ രണ്ട് കേർവ്ഡ് സർഫേസും ഒന്നിച്ചെടുക്കുന്നതിന് പകരം ഫസ്റ്റ് ഒരു കേർവ്ഡ് സർഫേസ്, ദെൻ അതിൽ നിന്നും ചില ഐഡിയകൾ ഉണ്ടാക്കിയിട്ട് രണ്ടാമത്തെ കേർവ്ഡ് സർഫേസ്. അപ്പൊ നമുക്ക് ഫസ്റ്റ് കേർവ്ഡ് സർഫേസിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ ഒരു ഒബ്ജക്റ്റ് ഉണ്ട്, ഒരു ഇമേജ് ഉണ്ട്, നോട്ട് ഫൈനൽ ഇമേജ്. അതിനെ നമ്മളൊരു ഇന്റർമീഡിയറ്റ് ഇമേജ് എന്നാണ് പറയാം. ആ ഒരു ഇന്റർമീഡിയറ്റ് ഇമേജ് ആക്ച്വലി ഈ ലെൻസിന്റെ ഉള്ളിലാണ്. ബട്ട് കാണാനുള്ള സൗകര്യത്തിന് വേണ്ടി ഞാൻ കുറച്ച് പുറത്തേക്ക് ഇങ്ങനെ മാറ്റി വരയ്ക്കാം. ഇതാണ് ഇന്റർമീഡിയറ്റ് ഇമേജ് I ഡാഷ്. ഞാൻ ഒന്നുകൂടെ പറയുന്നു, നമ്മുടെ ഫൈനൽ ഇമേജ് വരുന്നത് രണ്ട് കേർവ്ഡ് സർഫേസും ഒന്നിച്ചെടുക്കുമ്പോഴാണ് ഫൈനൽ ഇമേജ് വരിക. ഇപ്പോ ഡെറിവേഷൻ പർപ്പസിന് വേണ്ടി നമ്മൾ രണ്ട് കേർവ്ഡ് സർഫേസും ഒന്നിച്ചെടുക്കുന്നില്ല, ഒരു കേർവ്ഡ് സർഫേസ് ഫസ്റ്റ്. അപ്പൊ അതിന് നമുക്കൊരു ഒബ്ജക്റ്റ് ഉണ്ടാവണം, ഇമേജ് ഉണ്ടാവണം. ദെൻ സെക്കൻഡ് കേർവ്ഡ് സർഫേസ് എടുക്കും, അതിനും ഒരു ഒബ്ജക്റ്റ് ഉണ്ടാവണം, ഇമേജ് ഉണ്ടാവണം. അങ്ങനെയാണ് ഫൈനൽ ഇമേജ് ഉണ്ടാവുക. അപ്പൊ ഇപ്പൊ ഉണ്ടായിരിക്കുന്നത് ഫൈനൽ ഇമേജ് അല്ല, ദാറ്റ് ഈസ് I ഡാഷ്. ആ I ഡാഷ് എന്ന ഇമേജ് ഉണ്ടായിരിക്കുന്നത് ഗ്ലാസിന്റെ ഉള്ളിലാണ്. ഇതാണ് എയർ എന്ന ഫസ്റ്റ് മീഡിയം, ഇതാണ് ഗ്ലാസ് എന്ന സെക്കൻഡ് മീഡിയം. ആക്ച്വലി ഇത് കിടക്കുന്നത് ഈ N2 എന്ന മീഡിയത്തിലാണ്. കാണാനുള്ള സൗകര്യത്തിന് വേണ്ടി ഞാൻ കുറച്ച് പുറത്തേക്ക് മാറ്റി വരച്ചു എന്ന് മാത്രം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ ഇക്വേഷൻ ഫസ്റ്റ് കേർവ്ഡ് സർഫേസിന് വേണ്ടി അപ്ലൈ ചെയ്താൽ ഇതിനെ നമുക്ക് ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് U എന്ന് വിളിക്കാം. U ഇതാണ് ഇമേജ് ഡിസ്റ്റൻസ്, നോട്ട് ഫൈനൽ, സോ ഇറ്റ് ഈസ് കോൾഡ് V ഡാഷ്. ഫൈനൽ ഇമേജ് ആയിട്ടില്ല, ഇന്റർമീഡിയറ്റ് ഇമേജ് ആണ്, അതാണ് V ഡാഷ്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് കേർവ്ഡ് സർഫേസ്. അതിന്റെ റേഡിയസ് ഓഫ് കേർവ് വെച്ചിരുന്നതാ ഇത്. ഈ റേഡിയസ്, ഈ കർവ്ഡ് സർഫേസ് ഇങ്ങനെ തുടർന്ന് പോയാൽ ആ റേഡിയസ് ഓഫ് കേർവ് വെച്ചറിനെ നമ്മൾ R1 എന്നും വിളിക്കും. അപ്പോൾ ഈ ഇക്വേഷൻ ഞാനൊന്ന് മാറ്റി എഴുതാം. Therefore ഇക്വേഷൻ വരുന്നു N2 by V ഡാഷ് അല്ലെ മൈനസ് N1 by U is equal to N2 minus N1 by R1. ഓക്കെ, ഇനി അടുത്ത പോയിന്റ് ആണ് നല്ലോണം ശ്രദ്ധിക്കേണ്ടത്. അടുത്തത് നമ്മൾ സെക്കൻഡ് കേർവ്ഡ് സർഫേസ് എടുക്കുകയാണ്. സെക്കൻഡ് കേർവ്ഡ് സർഫേസിന് നമുക്കിത് ABC എന്ന് എടുത്തതുപോലെ ഇപ്പുറത്തെടുക്കാം ADC. ആ കേർവ്ഡ് സർഫേസ് കൊണ്ടാണ് ഫൈനൽ ഇമേജ് ഉണ്ടാക്കുന്നത്. അപ്പൊ ഈ രണ്ടാമത്തെ കേർവ്ഡ് സർഫേസിന്റെ ഒബ്ജക്റ്റ് ഏതാ? ആ ഒരു പോയിന്റ് ആണ് വളരെയധികം ശ്രദ്ധിക്കേണ്ടത്. ആദ്യത്തെ കേർവ്ഡ് സർഫേസിൽ നമ്മളൊരു ഇന്റർമീഡിയറ്റ് ഇമേജ് എടുത്തില്ലേ? ആ ഇന്റർമീഡിയറ്റ് ഇമേജ് ആണ് സെക്കൻഡ് കേർവ്ഡ് സർഫേസിന്റെ ഒബ്ജക്റ്റ്. അപ്പോൾ ഈ I ഡാഷ് എന്ന് പറയുന്ന ആൾക്ക് രണ്ട് ഡ്യൂട്ടി ഉണ്ട്. I ഡാഷ് ഫസ്റ്റ് സർഫേസിന്റെ ഇമേജ് ആണ്, അതേസമയം അതേ I ഡാഷ് സെക്കൻഡ് സർഫേസിന് ഒബ്ജക്റ്റ് ആണ്. അങ്ങനെ ഇത് ഒബ്ജക്റ്റ് ആയി മാറി സെക്കൻഡ് സർഫേസിലേക്ക് ഒരു ഒബ്ജക്റ്റ് വന്നു, റിഫ്രാക്ഷൻ നടന്നു, ഫൈനൽ ഇമേജ് ഇവിടെ ഫോം ചെയ്തു. ഇവിടെ ഫൈനൽ ഇമേജ് ഇവിടെ ഫോം ചെയ്തെന്ന് വിചാരിക്കും. അതാണ് ഫൈനൽ ഇമേജ് I. ഫൈനൽ ഇമേജ് ഉള്ളത് എയറിലാണ്, സോ ഇറ്റ് ഈസ് ഇൻ ഫസ്റ്റ് മീഡിയം N1. ഫൈനൽ ഇമേജിലേക്കുള്ള ഫൈനൽ ഇമേജ് ഡിസ്റ്റൻസ് ആണ് V. അപ്പൊ
അപ്പൊ പറയൂ, സെക്കൻഡ് കേർവ്ഡ് സർഫേസിന്റെ ഒബ്ജക്റ്റ് ആരാ? ഐ ഡാഷ്. ഏതാ? മീഡിയം N2. സെക്കൻഡ് കേർവ്ഡ് സർഫേസിന്റെ ഇമേജ് ആരാ? ഐ. ഏതാണ്? മീഡിയം N1. സെക്കൻഡ് കേർവ്ഡ് സർഫേസിന്റെ റേഡിയസ് ഓഫ് കർവേച്ചറോ? ആ റേഡിയസ് ഓഫ് കർവേച്ചർ നമ്മൾ ഇപ്പുറത്തേക്ക് എടുക്കണം. ഇതാണ് ആ റേഡിയസ് ഓഫ് കർവേച്ചർ. അത് R2 എന്ന് നമുക്ക് എടുക്കാം. അങ്ങനെയാണെങ്കിൽ ഈ ഇക്വേഷൻ സെക്കൻഡ് സർഫേസിലേക്ക് വേണ്ടി മാറ്റി എഴുതുമ്പോൾ ആദ്യം നമുക്ക് എന്താ വേണ്ടത്? ആദ്യം നമുക്ക് വേണ്ടത് ഇമേജും ഇമേജ് ഉള്ള മീഡിയവും. ഇമേജ് എന്ന് പറയുന്നത് V ആണ്. ഇമേജ് ഉള്ള മീഡിയം N1 ആണ് സെക്കൻഡ് സർഫേസിൽ. മൈനസ് പിന്നെ വേണ്ടത് ഒബ്ജക്റ്റും ഒബ്ജക്റ്റ് ഉള്ള മീഡിയവും. ഇവിടെ നമ്മുടെ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് നേരത്തെ ഇന്റർമീഡിയറ്റ് ഇമേജ് ആണ്. അത് നിൽക്കുന്ന മീഡിയം N2 ആണ്. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു N2 മൈനസ് N1 എന്നുള്ളത് തിരിഞ്ഞു വരും N1 മൈനസ് N2 ഡിവൈഡഡ് ബൈ R2. അതാണ് സെക്കൻഡ് സർഫേസിന്റെ ഇക്വേഷൻ. അപ്പോൾ സെക്കൻഡ് സർഫേസിന്റെ ഇക്വേഷൻ എടുക്കുമ്പോൾ ഞാൻ ആ പോയിന്റ് ഒന്നുകൂടെ പറയുന്നു. ഫസ്റ്റ് സർഫേസ് ഉണ്ടാക്കിയ ഇന്റർമീഡിയറ്റ് ഇമേജ് ആണ് സെക്കൻഡ് സർഫേസിന്റെ ഒബ്ജക്റ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ഈ രണ്ട് ഇക്വേഷൻ ഒന്ന് ആഡ് ചെയ്ത് കോൾ ദിസ് ആസ് ഇക്വേഷൻ നമ്പർ 1, ദിസ് ആസ് ഇക്വേഷൻ നമ്പർ 2. ജസ്റ്റ് ആഡ് ദീസ്. ഇത് രണ്ടും ആഡ് ചെയ്യുമ്പോൾ N2 ബൈ V ഡാഷ് രണ്ട് സൈഡിൽ നിന്നും കട്ടായി പോകില്ല. കാരണം ഇതൊരു പോസിറ്റീവ് ഇടുമോ ഒരു നെഗറ്റീവ് ഇടുമോ അല്ലേ? അത് കട്ടായി പോയി. പിന്നെന്താ ബാക്കിയുള്ളത്? ബാക്കിയുള്ളത് നമുക്കൊന്ന് എഴുതാം. ഓക്കെ, ഇവിടെ ബാക്കിയുണ്ട് N1 ബൈ V, N1 by V മൈനസ് ഇവിടെ ബാക്കിയുണ്ട് N1 by U. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ നമ്മൾ രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് N2 മൈനസ് N1 ബൈ R1 ഉം N1 മൈനസ് N2 ബൈ R2 ആണ്. ഞാൻ ഈ ടേമിനെ മാത്രം ഒന്ന് മാറ്റി എഴുതിയാൽ ഇത് നമുക്കൊന്ന് റിവേഴ്സ് ആക്കാം. ഇതിനെ റിവേഴ്സ് ആക്കിയാൽ N2 മൈനസ് N1 എന്നാവില്ലേ? ബൈ R2 എന്നുള്ളത് മൈനസ് R2 എന്നാവില്ലേ? അപ്പോൾ കാരണം ഇവിടെ നെഗറ്റീവ് ആക്കുമ്പോൾ ഇവിടെയും നെഗറ്റീവ് ആക്കണ്ടേ? ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഇക്വേഷൻ N2 മൈനസ് N1 ബൈ R1, ഇവിടെ ഉള്ളത് N2 മൈനസ് N1 ബൈ മൈനസ് R2, അതല്ലെങ്കിൽ N2 മൈനസ് N1 രണ്ടിലുമുണ്ട്. N2 മൈനസ് N1, N2 മൈനസ് N1. ഇവിടെ ബാക്കിയുള്ളത് 1 ബൈ R1 മൈനസ് ഇവിടെ ബാക്കിയുള്ളത് 1 ബൈ R2. മൈനസ് R2 ആണ്, അതാണ് മൈനസ് 1 ബൈ R2 എന്നായി മാറിയത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഇക്വേഷൻ കിട്ടും. ഇതിൽ നമ്മൾ ഇനി ചില ചേഞ്ചസ് വരുത്തുകയാണ്. നമുക്ക് വേണമെങ്കിൽ ഫസ്റ്റ് മീഡിയത്തിനെ എയർ ആക്കി എടുക്കാം. Suppose we can consider the first medium as air, second medium as another medium of refractive index N. അങ്ങനെയാണെങ്കിൽ N1 എന്നുള്ളത് എയർ ആണെങ്കിൽ N1 for air നമുക്ക് ആ വാല്യൂ 1 ആക്കി എടുക്കാം. N2 for any medium we can call it as N. അപ്പോൾ ഇവിടെ എന്താവും? N1 എയർ ആണെങ്കിൽ 1 by V മൈനസ് 1 by U that is equal to N minus 1 into അല്ലേ? ഇത് N, ഇത് മൈനസ് 1. N minus 1 into 1 by R1 minus 1 by R2. ഓക്കെ, നൗ വീണ്ടും ഈ ഇക്വേഷനിലേക്ക് നമ്മൾ അടുത്തൊരു മാറ്റം വരുത്താൻ ശ്രമിക്കുന്നു. നമ്മൾ വിചാരിക്കുകയാണ് ഒബ്ജക്റ്റ് വെച്ചിരിക്കുന്നത് ഇൻഫിനിറ്റ് ദൂരത്തിലാണ്. ഒബ്ജക്റ്റ് അറ്റ് ഇൻഫിനിറ്റി. അതൊക്കെ നമ്മൾ ഇമേജ് ഫോർമേഷൻ്റെ ചില റൂൾസിലും കൂടെ പെട്ടതാണ്. ഞാൻ ചെറിയ പോയിന്റ് ആയിട്ട് അങ്ങ് പറയാം, ഒരുപാട് നീട്ടി വലിച്ച് പറയാൻ നമുക്ക് സമയമില്ല. ഒരു ഒബ്ജക്റ്റ് നമ്മൾ വെച്ചിരിക്കുന്നത് ഒരു കേർവ്ഡ് സർഫേസിൽ നിന്നും ഇൻഫിനിറ്റ് ദൂരത്തിലാണെങ്കിൽ എപ്പോഴും ഇമേജ് ഫോം ചെയ്യുന്നത് ഫോക്കസിലായിരിക്കും. ഓക്കെ, അപ്പോൾ ഒബ്ജക്റ്റ് ഇൻഫിനിറ്റിയിലാണെങ്കിൽ then ഇമേജ് എവിടെയാ ഉണ്ടാവുക? ഇമേജ് വിൽ ബി അറ്റ് ഫോക്കസ്. എന്ന് വെച്ചാൽ ഒബ്ജക്റ്റ് അറ്റ് ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് ഇൻഫിനിറ്റി എന്ന് കൊടുത്തൂടെ? അപ്പോൾ ഇമേജ് ഫോക്കസ് എന്ന് പറഞ്ഞാൽ ഇമേജ് ഡിസ്റ്റൻസ് ഫോക്കൽ ലെങ്ത് എന്നും കൊടുത്തൂടെ? അപ്പോൾ U ഇൻഫിനിറ്റി ആണെങ്കിൽ V എന്നുള്ളത് F ആയിരിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് കൊടുക്കാം. ഇത് നമ്മൾ ഇക്വേഷൻ നമ്പർ ഇവിടെ ഓൾറെഡി എഴുതി നമ്മൾ ഇക്വേഷൻ നമ്പർ 1 എന്ന് പേര് വിളിക്കുകയാണ്. നൗ if U ഈക്വൽ ടു ഇൻഫിനിറ്റി V ഈക്വൽ ടു F, അപ്പോൾ ഇവിടെ നമുക്ക് കൊടുക്കാം 1 by F മൈനസ് 1 by ഇൻഫിനിറ്റി ഈസ് ഈക്വൽ ടു ഇവിടെ മാറ്റമൊന്നുമില്ല N മൈനസ് 1 ഇൻറ്റു 1 by R1 മൈനസ് 1 by R2. ഓക്കെ, 1 by ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ 0 ആണ്. അപ്പോൾ 1 മൈനസ് 0 എന്ന് പറയേണ്ട കാര്യമില്ല. സോ ഇക്വേഷൻ എഴുതുന്നു 1 by F ഈക്വൽ ടു N മൈനസ് 1 ഇൻറ്റു 1 by R1 മൈനസ് 1 by R2. ഇത് നമുക്ക് ഇക്വേഷൻ നമ്പർ 2 എന്ന് വിളിക്കാം. ഈ ഇക്വേഷൻ വിളിക്കുന്ന പേരാണ് ലെൻസ് മേക്കേഴ്സ് ഫോർമുല. എന്താ വിളിക്കുക? ലെൻസ് മേക്കേഴ്സ് ഫോർമുല. അപ്പോൾ പലപ്പോഴും എക്സാമിന് ചോദിച്ച ഒരു ഡെറിവേഷൻ സ്റ്റൈൽ എങ്ങനെയാണ്? ഡിറൈവ് ലെൻസ് മേക്കേഴ്സ് ഫോർമുല എന്ന് പറയും. അപ്പോൾ
നമ്മൾ ഈ ഇക്വേഷൻ ഡിറൈവ് ചെയ്യാണ് വേണ്ടത്. ഇനി ഇക്വേഷൻ 1ഉം ഇക്വേഷൻ 2 നോക്കിയേ. ഇക്വേഷൻ 1 ഇക്വേഷൻ 2 രണ്ടിന്റെയും റൈറ്റ് സൈഡ് സെയിം അല്ലേ? റൈറ്റ് സൈഡ് സെയിം ആണെങ്കിൽ ലെഫ്റ്റ് സൈഡും സെയിം ആയിരിക്കണ്ടേ? അപ്പൊ എന്താ ഇവിടുത്തെ ലെഫ്റ്റ് സൈഡ് എന്താ? 1/v മൈനസ് 1/u. ഇവിടുത്തെ ലെഫ്റ്റ് സൈഡ് എന്താ? 1/f. അപ്പൊ നമുക്ക് എന്താ എഴുതാം? therefore 1/f is equal to 1/v മൈനസ് 1/u. ഇങ്ങനൊരു ഇക്വേഷൻ നമുക്ക് കിട്ടും. കണ്ട, ഇതാണ് ഒരു ലെൻസിന്റെ ഫോക്കൽ ലെങ്ത്, ഇമേജ് ഡിസ്റ്റൻസ്, ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ. ഈ ഇക്വേഷൻ ആണ് ലെൻസ് ഫോർമുല എന്നറിയപ്പെടുന്നത്. ലെൻസ് ഫോർമുല എന്നോ തിൻ ലെൻസ് ഫോർമുല എന്നോ നമുക്ക് ഇത് ഇക്വേഷൻ വിളിക്കാം. അപ്പോൾ ഒരു വലിയ ഡെറിവേഷൻ, അതോടൊപ്പം അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡെറിവേഷൻ ആണ് റേ ഒപ്റ്റിക്സിൽ നമ്മൾ കണ്ടത്. ഇത് നിങ്ങൾ നിർബന്ധമായിട്ടും വരച്ചും എഴുതിയും പഠിക്കുക. ഇതിൽ പിന്നെ വരുന്ന അടുത്തൊരു ഡെറിവേഷൻ എന്ന് പറയുന്നത് ഫോക്കസ് പോയിന്റിൽ പെട്ടിരിക്കുന്നത് പ്രിസം ആയി ബന്ധപ്പെട്ടൊരു പ്രിസം ഇക്വേഷൻ ആണ്. നിങ്ങൾക്ക് ഒരു ഓർ ക്വസ്റ്റ്യൻ എന്തായാലും എല്ലാ ചാപ്റ്ററിനും ഉണ്ടാവുമെന്ന് അറിയാം. അതുകൊണ്ട് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഒന്നുകിൽ ഇത് അല്ലെങ്കിൽ പ്രിസം ഫോർമുല, ഏതെങ്കിലും ഒന്നായിരിക്കും ചോദിക്കുക. ഓർ ഉള്ളത് കൊണ്ട്, അല്ലെങ്കിൽ നമുക്ക് എടുത്തെഴുതാൻ ഓപ്ഷൻസ് ഉള്ളത് കൊണ്ട് ഇനി നിങ്ങൾ ഇത് മാത്രം പഠിച്ച് പോയാലും പ്രിസം ഫോർമുല പഠിച്ചില്ലെങ്കിൽ പോലും ഇത് എഴുതാൻ നിങ്ങൾക്ക് പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും രണ്ടും പഠിച്ചേക്കുക. ഓക്കെ, ഇത് നിർബന്ധമായിട്ടും പഠിക്കുക. ഞാൻ അത്രയും ഗ്യാരണ്ടി ആയിട്ട് പറയുന്നു. എക്സാമിന് നിങ്ങൾക്ക് റേ ഒപ്റ്റിക്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് ഈ ഇക്വേഷൻ നിങ്ങൾക്ക് ചോദിച്ചിരിക്കും. ഓക്കെ, അപ്പോൾ തൽക്കാലം നമ്മൾ ഈ വീഡിയോ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാൻ അത്യാവശ്യം ലെങ്തി ആയിട്ടെന്ന് വിചാരിക്കുന്നു. റേ ഒപ്റ്റിക്സിലെ ഒരു ഡെറിവേഷൻ നല്ല രീതിയിൽ പഠിപ്പിച്ചിട്ടുണ്ട്. അതോടൊപ്പം ആപ്പ് ഡൗൺലോഡ് ചെയ്യാത്തവർ റിവിഷന് വേണ്ടി ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. എൻട്രൻസിന്റെ ക്രാഷ് പ്രോഗ്രാം ആവശ്യമുള്ള ആൾക്കാർ പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുക. നമ്മുടെ ഓഫർ ഇനീഷ്യലി ഉള്ള 500 പേർക്ക് മാത്രമേ ഉള്ളൂ എന്നൊന്നുകൂടെ ഓർപ്പിക്കുകയാണ്. അപ്പോൾ നല്ല രീതിയിൽ പഠിക്കുക. വേറെ ഏതെങ്കിലും വീഡിയോസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ പെട്ടെന്ന് നിങ്ങൾ ഡിമാൻഡ് ചെയ്യുക. എക്സാമിന്റെ മുന്നേ ആയിട്ട് നമുക്കിനി ഏതെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി, നമുക്ക് പരിഗണിക്കാം. ഓക്കെ, ബൈ.